വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ ആണ് നമ്മൾ ഇച്ചിരി എംഫസൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിൽട്രേഷൻ എന്നറിയണം. സോ ഫിൽട്രേഷൻ നമുക്കല്ലറിയാം, കുഞ്ഞ് ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമാണ് എന്താണ് ഫിൽട്രേഷൻ എന്നുള്ളത്. സോ ബേസിക്കലി ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ നമ്മളൊരു പോറസ് മീഡിയം വഴി കടത്തി വിടുമ്പോൾ അതിൻ്റെ സോളിഡ് പാർട്ടിക്കിൾസ് അവിടെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് മറ്റേത് ഇപ്പോൾ ഫ്ലൂയിഡ് ആണെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് അതിന് കടന്നു വരാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ് എന്ന് പറയാം. സോ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. whereby salt particles are separate from the liquid or gas by passing it through a porous medium which retain the solid but allow the fluid to pass. So നമ്മൾ പഠിച്ച ഡെഫിനേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് ആണ്. സോ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് എന്നാണ് പേര് പറയുന്ന പോലെ തന്നെ ബാക്ടീരിയ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ബാക്ടീരിയനെ ഇപ്പോൾ മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്, ഡ്രൈ ഹീറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ ഇരിക്കുമ്പോൾ എന്തിനു വേണ്ടി നമ്മൾ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം? അതായത് ചില സമയങ്ങളിൽ ഈ ഹീറ്റ് സെൻസിറ്റീവായ ഡ്രഗ്സ് ലൈക്ക് വാക്സിൻ, എൻസൈം, ആൻറ്റിബയോട്ടിക്സ്, കൾച്ചർ മീഡിയ ഒക്കെ എന്തായിരിക്കും? ഹീറ്റ് സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ തെർമോ ലയബിൾ സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഫർദറിലേക്ക് ചൂട് കിട്ടുമ്പോൾ ഡീഗ്രഡേഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത് വിഷ്വൽ ഓഫ് ഫിൽട്രേഷൻ പ്രോസസ്സാണ്. സോ ഫിൽട്രേഷൻ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നോർമൽ നമ്മൾ ടാപ്പ് വാട്ടർ ആയാലും റോ വാട്ടറിലൊക്കെ നടത്തുന്ന രീതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കിയാൽ മതി, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ആണ്. സോ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സിൽ ഫസ്റ്റ് വൺ ഈസ് സെറാമിക് ഫിൽറ്റർ. എന്താണ് സെറാമിക് ഫിൽറ്റർ? സെറാമിക് ഫിൽറ്ററിന് മറ്റൊരു പേരും കൂടെയുണ്ട്. ദീസ് ആർ ഓൾസോ നോൺ ആസ് ഫിൽറ്റർ കാൻഡിൽ. എന്താണ് ഫിൽറ്റർ കാൻഡിൽ എന്ന് പറയാറുണ്ട്? സോ ഈ ഫിൽറ്റർ കാൻഡിൽ പോർസലൈനും കെസൽഗറും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോർസലൈൻ ആൻഡ് കെസൽഗർ ആണ്. സോ ഒരുപാട് പോർ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ കെസഗൽ ഫിൽറ്റർ ആണ് എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. പോർസലൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെസൽഗൽ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ കാൻഡിലിനെ നമ്മൾ സൊല്യൂഷനിലേക്ക്, നമ്മൾ ഏതാണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ട സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുകയും എന്നിട്ട് വാക്യൂം അപ്ലൈ ചെയ്യുകയും കാൻഡിലിൻ്റെ അകത്ത് ഈ ഫ്ലൂയിഡ് കയറുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, പുറത്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നു. ഫിൽട്രേഷൻ പ്രോസസ്സ് വഴി, മെക്കാനിക്കൽ പ്രോസസ്സ് വഴി ബാക്ടീരിയാസൊക്കെ അവിടെ പുറത്ത് വരികയും അകത്തേക്ക് നിന്ന് ക്ലിയർ ലിക്വിഡ്സ് വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സെറാമിക് ഫിൽറ്റർ വർക്ക് ചെയ്യുക. സോ സൊല്യൂഷനകത്ത് ഈ ഒരു നമ്മുടെ പറഞ്ഞ ഈ ക്യാനിൽ ഇറക്കി വെക്കുകയും വാക്വം അപ്ലൈ ചെയ്യുകയും അങ്ങനെ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കയറുന്ന ഒരു പരിപാടിയാണ് വർക്ക് ചെയ്യുന്നത്. സോ കെസൽഗർ അല്ലെങ്കിൽ പോർസലൈൻ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കെസൽഗർ എന്ന് പറയുന്നത് സോഫ്റ്റർ ആണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി സെറാമിക് ഫിൽട്രേഷൻ പ്രോസസ്സാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ ഈസ് വാക്വം അപ്ലൈ ചെയ്യുക. സോ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ പുറത്തെ പ്രഷർ ഡിഫറൻസും അകത്തെ പ്രഷർ ഡിഫറൻസും നല്ല ഡിഫറൻസ് വരും. അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇത് പ്രഷർ ഡിഫറൻസ് കാരണം അകത്തേക്ക് ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുക. ആൻഡ് ഫിൽട്രേറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ സെറാമിക് ഫിൽറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഈ ഒരു സബ്സ്റ്റൻസിലേക്ക് തന്നെ, സെറാമിക് സബ്സ്റ്റൻസിലേക്ക് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഈ മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യണം. അക്വസ് സൊല്യൂഷനിൽ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബെർഗ്ഫെൽഡ് ആൻഡ് മാൻഡിൽ ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ. സോ ബെർഗ്ഫെൽഡ് ഫിൽറ്റർ എന്ന് വെച്ചാൽ ഈസ് മേഡപ്പ് ഓഫ് കെസൽഗർ തന്നെയാണ്. ഒരു ടൈപ്പ് ഓഫ് ഡൈ അറ്റോമേഷ്യസ് എർത്ത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ബെർഗ്ഫെൽഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, കെസൽഗർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു ടൈപ്പ് ഓഫ് ഡൈ അറ്റോമേഷ്യസ് എർത്ത് ആണ്. ആൻഡ് മാൻഡിൽ ഫിൽറ്റർ ആണ്. മാൻഡിൽ ഫിൽറ്ററും കെസൽഗർ കൊണ്ട് തന്നെയാണ് ആസ്ബറ്റോസ് ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളത് പഠിക്കുക. ബെർഗ്ഫെൽഡ് ഫിൽറ്റർ ആണെങ്കിൽ ഡൈ അറ്റോമിയസ് എർത്തും, മാൻഡിലാണെങ്കിൽ ആസ്ബറ്റോസ് ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസും ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആസ്ബറ്റോസ് ആണ്. ആസ്ബറ്റോസ് അല്ലെങ്കിൽ സീഡ്സ് ഫിൽറ്റർ എന്ന് പറയും. സോ മേഡപ്പ് ഓഫ് ഡിസ്ക് ഓഫ് ആസ്ബറ്റോസ് ഫൈബർ. സോ ആസ്ബറ്റോസ് ഫൈബർ കൊണ്ടുള്ള ഡിസ്ക് ആണ് കേട്ടോ. അത് ഇങ്ങനെ റൗണ്ട് ആയിട്ട്, നമുക്കത് ലാബിലൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്കവാറും ഒരു ബ്രൗണിഷ് ടൈപ്പ് ഓഫ് കളറിലാണ് ഉണ്ടാവുക. ഒറ്റ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡ്യൂ ടു ദ ഫൈബ്രസ് നാച്ചർ ഓഫ് ആസ്ബറ്റോസ് പാഡ്. ഈ ആസ്ബറ്റോസ് പാഡ് കാണുമ്പോൾ ഒരു മുള്ളു പോലെ ഇരിക്കും കേട്ടോ, ഫൈബ്രസ് നേച്ചറാണ്. സോ ഈ ഫൈബേഴ്സ് ഇങ്ങനെ ഷെഡ് ഓഫ് ചെയ്യും. നമ്മൾ
വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡ്രഗ് സൊല്യൂഷൻ അബ്സോർബ് ആയി കഴിഞ്ഞാൽ അതുവഴി കടന്നു പോകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇളകി പോകും. അപ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല സോ എ ഫ്യൂ മില്ലി ലിറ്റർ ഓഫ് ഫിൽട്രേറ്റ് ഷുഡ് ഓൾവേസ് ബി റിജക്റ്റഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെസിഫിക് ആണ്, ഇത്ര എമൗണ്ട് മാത്രമേ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ടോക്സിൻസ്, ആൻറ്റി ടോക്സിൻസ്, ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതുവഴി ഉപയോഗിക്കുക. ആൻഡ് സീഡ് ഫിൽറ്റേഴ്സിന് 2 പാർട്ടുണ്ട്. ലോവർ പാർട്ട് ഹോൾഡർ അസ് എ പെർഫറേറ്റ് ഡിസ്ക്. ഒരു ലോവർ പാർട്ട് ഉണ്ട്, ലോവർ പാർട്ട് ഒരു പെർഫറേറ്റ് ഡിസ്ക് ആയിട്ടും അപ്പർ പാർട്ട് കംപ്രസ്ഡ് ആസ്പെറ്റോസ് ഷീറ്റും. സോ ലോവർ പാർട്ടും ഉണ്ട്, ഒരു ഹയർ പാർട്ടും ഉണ്ട്. ലോവർ പാർട്ട് ആണെങ്കിൽ ഒരു പെർഫറേറ്റഡ് ഡിസ്ക് ആണ്, പെർഫറേറ്റ് ഡിസ്കും. അപ്പർ പാർട്ട് ആണെങ്കിൽ ഒരു കംപ്രസ്ഡ് ആസ്പെറ്റോ ഷീറ്റുമാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ. സോ പോർ സൈസ് 0.5 to 0.75 gram ആണ്. സോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് കാര്യമാണ്. ആസ്പെറ്റോസ് ഫൈബർ ആണ്. സോ ഫൈബർസ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പം ആലോചിക്കുക, ആസ്പെറ്റോസിൻ്റെ ഡിസഡ്വാൻറ്റേജ് അത് തന്നെയാണ്. ടോക്സിൻസ്, ആൻറ്റിടോക്സിൻ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക. 2 പാർട്ടുണ്ട്, ലോവറും ഉണ്ട് അപ്പറും ഉണ്ട്. ലോവർ ആണെങ്കിൽ പെർഫറേറ്റ് ഡിസ്കും അപ്പർ ആണെങ്കിൽ കംപ്രസ്ഡ് ആസ്പെറ്റോസ് ഷീറ്റുമാണ്. ആൻഡ് പോർ സൈസ് 0.5 to 0.75 gram ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ഫൈൻലി പൗഡർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലാക്കി ഒരു മോൾഡിലാക്കി ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ. നമ്മൾ ഗ്ലാസ്സുകളെ ഫൈൻ പൗഡറാക്കി കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കി നമുക്ക് ആവശ്യമുള്ള സൈസാക്കി ഒരു ഡിസ്ക് മൊഡ്യൂളാക്കിയിട്ട് എടുക്കുന്ന രീതിയാണ് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാക്കിയുള്ള ഫിൽറ്റർ സിൻഡഡ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. ഈ മോൾഡ് നമ്മൾ ഹീറ്റ് ചെയ്യും, അത് നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിക്കുക. അത് നമ്മൾ പൊട്ടിച്ചെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഫ്യൂസ് ചെയ്ത് ഫിൽറ്ററാക്കി മാറ്റുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്യൂസ് ചെയ്ത് നമ്മൾ ഫണലിൻ്റെ ഷേപ്പിലാക്കി സൈസിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറെൻറ്റ് പോർ സൈസിൽ അവൈലബിൾ ആണ്. സോ നമുക്കത് വെച്ച് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ ബോറോസിലിക്കേറ്റ് ആണ്. സോ അത് ഡിസ്ക് ആക്കി മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ഗ്ലാസിനെ നമ്മൾ ഡിസ്ക് ആക്കി മാറ്റി ഫിൽറ്റർ മീഡിയ ആക്കുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. സോ സിൻഡഡ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫൈബേഴ്സ് ആണ്. സിൻഡഡ് മെറ്റൽ ഫൈബേഴ്സ് ആർ ദ മെറ്റാലിക് കൗണ്ടർ പാർട്ട് ഓഫ് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ. അതായത് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്ററിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്ത്, സിൻഡർ മെറ്റൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ സിൻഡർ ഗ്ലാസ് ഫിൽറ്ററിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് എന്ത്, സിൻഡർ മെറ്റൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മെറ്റാലിക് കൗണ്ടർ പാർട്ടാണ്. സോ ഇത് നമ്മൾ യൂഷ്വലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടിട്ടാണ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉപയോഗിക്കുക? അവർക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. സിൻഡർ ഗ്ലാസ് ഫിൽറ്ററിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൻഡർ ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫൈബർ എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഇച്ചിരി സ്ട്രെങ്ത് കൂടുതലാണ്. ദ ഫിൽട്രേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ റെഡ്യൂസ് പ്രഷർ. ഇവിടെ റെഡ്യൂസ് പ്രഷർ കൊടുത്ത് നമ്മൾ ചെയ്യുക. സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റർ ഡു നോട്ട് അബ്സോർബ് ദ മെഡിക്കമെൻറ്റ് ഫ്രം ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷനിലെ മെഡിക്കമെൻ്റ് ഒന്നും അബ്സോർബ് ചെയ്യില്ല. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, ഇത് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്ററും ഇത് സിൻഡഡ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫൈബേഴ്സും ആണ്. സോ മെറ്റൽ ഫൈബേഴ്സിനെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിൻഡഡ് ഗ്ലാസ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സിൻഡഡ് ഗ്ലാസിനേക്കാൾ ഭയങ്കര വിത്ത്സ്റ്റാൻഡ് ചെയ്യും സിൻഡഡ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഫൈബേഴ്സ് എന്നുള്ളത് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി. വേറെ കാര്യങ്ങളൊന്നും അബ്സോർബ് ചെയ്യില്ല, റെഡ്യൂസ് പ്രഷർ വെച്ചിട്ടാണ് ചെയ്യുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് മെംബ്രെയിൻ ഫിൽറ്റർ. പേര് പറയുന്ന പോലെ തന്നെ ഒരു മെംബ്രെയിൻ അവിടെ ഉണ്ടെന്നാണ്. സോ ഇത് ബേസിക്കലി ഉണ്ടാക്കിയിട്ടുള്ള സെല്ലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ സെല്ലോസ് നൈട്രേറ്റ്, ഒന്നെങ്കിൽ സെല്ലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ സെല്ലോസ് നൈട്രേറ്റ് ആണ്. സോ ദീസ് ആർ ഫിക്സ്ഡ് ഇൻ മെറ്റാലിക് ഹോൾഡർ സിമിലർ ടു ദോസ് ഹു ആർ ആസ്പെറ്റോസ് പാഡ്സ്. സോ നമ്മൾ ഈ ചായൻ്റെ അരിപ്പയില്ലേ, അതുപോലെ തന്നെയാണ് ഈ ആസ്പെറ്റോസ് പാഡ് എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെയാണ് മെംബ്രെയിൻ ഫിൽറ്ററും വെക്കുക. ഒന്നെങ്കിൽ ഫണലിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ തരത്തിൽ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ മെംബ്രെയിനിന് പോർ സൈസ് ഉണ്ട് 0.22 to 0.5 μm ആണ്. സോ ഇത് നമ്മൾ മില്ലി പോർ ഫിൽറ്റർ എന്ന് പറയാറുണ്ട്. അതാണ് മില്ലി പോർ ഫിൽറ്റർ എന്ന് പറയാറുണ്ട്, സിനോണിമാണ്. ഇതൊക്കെ നോക്കി വെക്കണം. മേ ബി വേണമെങ്കിൽ ചോദിക്കാം, മില്ലി പോർ ഫിൽറ്റർ എന്നായിരിക്കും വരികയുണ്ടാവും, മെംബ്രെയിൻ ഫിൽറ്റർ എന്നായിരിക്കില്ല വരിക. സോ മെംബ്രെയിൻ ഫിൽറ്റർ അക്വസ് ആൻഡ് ഓയിലി പ്രിപ്പറേഷൻ ഓക്കെയാണ്. പിന്നെ ഓർഗാനിക് സോൾവെൻസിന് സ്യൂട്ടബിൾ അല്ല. ആൽക്കഹോൾ, കീറ്റോൺ, എസ്റ്റർ, ക്ലോറോഫോമിനൊന്നും സ്യൂട്ടബിൾ അല്ല എന്നുള്ള ശ്രദ്ധിക്കുക. സോ മെംബ്രെയിൻ ഫിൽറ്റർ ആണ്. ഒന്നും കൂടെ പറയാം,
നമ്മൾ ആസ്ബറ്റോസ് അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സെല്ലുലോസ് അസ്റ്റേറ്റ് അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് ആണ്. സോ നമ്മളൊരു മെറ്റാലിക് ഹോൾഡറിൽ നമ്മൾ ഒരു അരിപ്പ വയ്ക്കുന്ന രീതി തന്നെ വെച്ചിട്ടുള്ളത്. സോ റേഞ്ച് 0.22 to 0.45 ആണ് പറയുന്നത്. മില്ലിപോർ ഫിൽട്ടർ എന്ന് പറയുന്നുണ്ട്. സോ അക്വസ് ആൻഡ് ഓയിലി പ്രിപ്പറേഷന് സ്യൂട്ടബിൾ ആണ്. ആൽക്കഹോൾ, കീറ്റോൺ, ക്ലോറോഫോം ഒന്നും നമുക്ക് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. സോ ഹെയർ ഫിൽട്ടർ ആണ്. എക്സാമ്പിൾ ഹെപ്പയാണ്. ഒരുപാട് പേർക്ക് അറിയാം ഹൈ എഫിഷ്യൻസി പെർട്ടിക്കുലേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നു. സോ നമുക്ക് ഇത് ഒരുപാട് നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ് അവൈലബിൾ ആണ്. സോ ഇവിടെ ബേസിക്കലി പറയുവാണെങ്കിൽ 99.97% പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു 0.3 or 0.3 മൈക്രോൺ. സോ ഏകദേശം 0.3 മൈക്രോൺസ് വരെ ഉള്ളത് വരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. 0.3 വരെയുള്ള മൈക്രോൺസ് വരെയുള്ളത് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. 99.97% പാർട്ടിക്കിൾസും ഇതിലേക്ക് ട്രാപ്പ് ആകും. അത്രയും എഫിഷ്യൻ്റ് ആണ്. സോ എ DOP ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ടെസ്റ്റ് വിൽ എൻഷുർ ഹെപ്പ ഫിൽട്ടർ ഇൻറ്റഗ്രിറ്റി. ഹെപ്പ ഫിൽട്ടറിന് ഇൻറ്റഗ്രിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ടെസ്റ്റാണ് ഡോപ്പ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ടെസ്റ്റ് എന്ന് പറയും. സോ ഇത് നമ്മൾ നോക്കി ഇത് പാസ്സാകുകയാണെങ്കിൽ മാത്രമേ ഹെപ്പ ഫിൽട്ടർ എന്താണ് നല്ലതാണോ അടിപൊളിയാണോ നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. ദ ഡോപ്പ് ടെസ്റ്റ് മെഷർ ദ ഫിൽട്രേഷൻ എഫിഷ്യൻസി ഓഫ് പാർട്ടിക്കിൾ ലാർജർ ദൻ 0.3 മൈക്രോൺ. സോ 0.3 മൈക്രോണിനേക്കാൾ കൂടിയ പാർട്ടിക്കിൾസിൻ്റെ എഫിഷ്യൻസി നോക്കുവാണ്. ദെയർഫോർ എസെൻഷ്യൽ ടു എൻഷുർ ദ എഫിക്കസി ആൻഡ് അബ്സൊല്യൂട്ട് സേഫ്റ്റി ഓഫ് ദ ഫിൽട്ടർ. അതായത് 0.3 വരെയുള്ള പാർട്ടിക്കിൾസിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡോപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മറന്നു പോകേണ്ട, ഹെപ്പ ഫിൽട്ടർ നമ്മൾ അറിയുന്ന ടെസ്റ്റാണ് ഡോപ്പ് ടെസ്റ്റ്. ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ആണ്. സോ 0.3 മൈക്രോണിന് മേലെയുള്ള സാധനങ്ങൾ നമ്മൾ ഫിൽട്ടർ വഴി കടത്തിവിടും. എന്നിട്ട് അത് കടന്നു പോകുന്നുണ്ടോ ഇപ്പുറത്തേക്ക് വരുന്നുണ്ടോ നമ്മൾ നോക്കും. അത് പാസ്സാണെങ്കിൽ ഹെപ്പ ഫിൽട്ടർ ഈസ് അടിപൊളി ആൻഡ് ഹൈ എഫിക്കസി പെർട്ടിക്കുലേറ്റ് ആണ് കേട്ടോ. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഓഫ് തെർമോലേബിൾ മെഡിക്കമെൻറ്റ്സ്. സോ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് ലൈക്ക് ബ്ലഡ് പ്രൊഡക്ട്സ്, ഇൻസുലിൻ, എൻസൈംസ് ഒക്കെ പോസിബിൾ ആണ്. എല്ലാ ബാക്ടീരിയസ് ഏകദേശം എല്ലാം ചത്തതും ചാവാതതും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ റാപ്പിഡ് സപ്ലൈ ഓഫ് പാരലൽ സൊല്യൂഷൻ. നമുക്ക് ലാർജ് വോളിയം ഉണ്ടാക്കാൻ പോലും എമർജൻസി സിറ്റുവേഷനിൽ പോലും നമുക്ക് ഈ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഈ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി മാറിപ്പോട്ടോ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഈ ഒരു ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസി പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഹെപ്പ ഫിൽട്ടർ കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. സോ മറന്നു പോകേണ്ട 0.3 ആണ് എന്നുള്ളത് മറന്നു പോകണ്ട കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. റിലയബിലിറ്റി കൺസേൺ ആണ്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ സ്റ്റെറിലൈറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ആൻഡ് സസ്പെൻഷൻ ലിമിറ്റേഷൻ ഉണ്ട്. സസ്പെൻഷൻ ആൻഡ് ഓയിലി പ്രിപ്പറേഷൻസ് ഒന്നും അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അബ്സോർപ്ഷൻ റിസ്ക് ഉണ്ട്. ചില സമയത്ത് മെഡിക്കമെൻറ്റ് ഫിൽട്ടർ തന്നെ അബ്സോർബ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി നമുക്ക് ഓരോ പ്രാവശ്യവും ശ്രദ്ധിക്കുക, റിലയബിലിറ്റി കൺസേൺ ആണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഓരോ സമയത്ത് നമുക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സോ ആപ്ലിക്കേഷൻ ഓഫ് ഫിൽട്രേഷൻ ആണ്. സോ ഫിൽട്രേഷൻ അറിയാം, പാരലൽ സൊല്യൂഷൻ നമുക്ക് ഫിൽട്ടർ ചെയ്യാം, തെർമോ ലേബിൾ മെഡിക്കമെൻറ്റ് ചെയ്യാം. കാര്യം അതും ഡീകമ്പോസ് ചെയ്യില്ല. അപ്പം ബ്ലഡ്, ഇൻസുലിൻ, ഹീറ്റ് സെൻസിറ്റിവിറ്റി ഇഞ്ചെക്ഷൻസ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫിൽട്ടർ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ. സിമ്പിളാണ്. കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് വേണം. ബൈ.